എൻ്റെ പേര് അഞ്ജന മേരി. ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെട്ടിയാമ്പറമ്പ് ഇടവകയിൽ നിന്നാണ്. ആദ്യം തന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയതിന് കൊടാനുകൂടി നന്ദി. ഞാൻ ഇവിടെ വരാനുണ്ടായ സംഭവം, ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2025 മെയ് 10 ഉടമ്പടി എടുത്തതിനുള്ള പ്രധാന കാരണം എൻ്റെ 4th ഇയറിൽ ഫൈനൽ ഇയർ എക്സാം പാസ്സാകാനും ആ ഇയറിൻ്റെ ഫീസ് അടയ്ക്കാനുമാണ്. എൻ്റെ ചാച്ചയാണ് ഒരു കൂലിപ്പണിക്കാരനും അമ്മയാണ് ഒരു ചെറിയ കടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ചെറിയ വരുമാനം കൊണ്ട് എൻ്റെ ആ ഫൈനൽ ഇയറിൻ്റെ ഫീ അടയ്ക്കാനുള്ള പ്രാപ്തിയില്ല. അപ്പം എന്ത് ചെയ്യുമെന്ന് അറിയില്ലാതിരുന്ന ഒരു സമയത്ത് പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഞാൻ മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിച്ചു, ഒരു വഴി തുറന്നു തരണേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്രയും നാൾ ഉണ്ടാകാതിരുന്ന ലോണ് വേഗം വരികയും അത് പേപ്പർ വർക്കെല്ലാം കംപ്ലീറ്റായി സാങ്ഷൻ ആവുകയും ചെയ്തു. അങ്ങനെ ഒരു 3/4 ഫീസ് ഞാൻ അടച്ചു. അപ്പം ഞങ്ങൾ ഡിസംബറിൽ കോളേജിൽ നിന്ന് പറഞ്ഞു വിടുന്നതിന് മുമ്പായിട്ട് ഫുൾ ഫീസ് അടച്ചാലേ നമ്മളെ അവിടെ നിന്ന് ഇറക്കത്തുള്ളൂ. അപ്പം എൻ്റെ ഫീസിൽ ഞാൻ 10,000 രൂപയും കൂടി പെൻഡിങ് ഉണ്ട്. അതടയ്ക്കാൻ എൻ്റെ കയ്യിൽ ഒരു വഴിയുമില്ല. അപ്പം അന്നും ഞാൻ പുറത്തിരുന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഈ കാര്യം അന്നേരമാണ് ഗ്രൂപ്പിൽ വരുന്നത്. ഞാൻ മാതാവിനോട് അന്നേരം പ്രാർത്ഥിച്ചു, ഇതിനൊരു വഴി ഞാൻ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത കൂട്ടുകാരിയുണ്ട് മരിയ. അവളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. മരിയ എൻ്റെ അടുത്ത് വന്നിട്ട് ഫീസിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, നിനക്കിനി എത്ര രൂപയും കൂടി ബാക്കിയുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു 10,000 രൂപയും കൂടി ഉണ്ട്, നാളെയാണ് അടയ്ക്കേണ്ട ഡേറ്റ്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന്. അപ്പം മരിയ പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വരാം, നമുക്കൊന്നിച്ച് കോളേജിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ കോളേജിൽ ചെന്നു, മാമിനെ കണ്ടു. അപ്പോൾ എൻ്റെ ഹോൾ ടിക്കറ്റ് മാത്രമേ അവിടെ അന്നേരം അപ്ലൈ ചെയ്യാനുള്ളൂ, ഫീസ് അടയ്ക്കാത്തതുകൊണ്ട്. ബാക്കി എല്ലാവരുടെയും കൊടുത്തു കഴിഞ്ഞു. മരിയ അല്ല, അവിടെ മാതാവാണ് മരിയെ പറഞ്ഞു വിട്ടത്. സമയ ചുരുക്കത്തിൻ്റെ സഞ്ചാരി മാതാവ് കുറഞ്ഞ 1 മണിക്കൂർ കൊണ്ട് 10,000 രൂപ മരിയ വഴി എനിക്ക് റെഡിയാക്കി തന്നു. അത് മാതാവ് അയച്ചെന്ന് എനിക്ക് മനസ്സിലായ കാര്യം, മരിയയ്ക്ക് 1st ഇയർ 2nd ഇയറും 3rd ഇയറും സപ്ലി എക്സാം ഉണ്ടായിരുന്നു. അപ്പം 3rd ഇയറിലെ സപ്ലിയുടെ സമയത്താണ് മരിയ എക്സാം എല്ലാം ക്ലിയർ ആകാൻ നിൽക്കുന്നത്. അന്ന് ഞങ്ങൾ അതിന് മുന്നേ ചർച്ച് പെർമിഷൻ കിട്ടിയപ്പോൾ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിലായിരിക്കുന്ന സമയത്ത് നേർച്ച ഇടാൻ എൻ്റെ കയ്യിൽ ഒരു 10 രൂപയുണ്ട്. അന്ന് ഞാൻ ഉടമ്പടിയിലാണ്. അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുക, ഈ 10 രൂപ എന്നേക്കാളും അവകാശപ്പെട്ടത് മരിയയാണ്, മരിയയ്ക്ക് വേണം ഇത് കൊടുക്കാനെന്ന്. എന്നിട്ട് മരിയ എൻ്റെ തൊട്ടടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ആ പൈസ മരിയയ്ക്ക് കൊടുത്തു, 10 രൂപ. ആ 10 രൂപയാണ് എൻ്റെ ഫീസായിട്ട് 10,000 രൂപയാക്കി മാതാവ് എനിക്ക് തന്ന് ഫീസ് അടച്ചത്. അതിന് മാതാവിന് കൊടാനുകൂടി നന്ദി. എൻ്റെ 2ാമത്തെ നിയോഗമായിരുന്നു എന്നെ ഫൈനൽ ഇയർ പാസ്സാക്കണമെന്ന്. ഞാൻ ആവറേജ് സ്റ്റുഡൻ്റാണ്, അങ്ങനെ വലിയ പഠിപ്പിയൊന്നുമല്ല, പക്ഷേ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ വീട്ടിലിരുന്ന് ഞങ്ങൾക്ക് സ്റ്റഡി ലീവ് കിട്ടിയ സമയത്താണേലും പഠിക്കുന്ന ഒരു കാര്യം അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേനും ഞാൻ മറന്നു പോകും. അന്നേരം ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥന മുടക്കിയില്ല. ആ സമയത്ത് ഞാൻ സാക്ഷ്യം കൂടുന്നതെല്ലാം വിജയിക്കുന്നവരെ കുറിച്ചായിരുന്നു. അന്നാണ് നീതു എന്ന് പറഞ്ഞ ചേച്ചിയുടെ സാക്ഷ്യം ഞാൻ കേൾക്കുന്നത്. ചേച്ചിയുടെ സാക്ഷ്യത്തിൽ ചേച്ചി പറഞ്ഞു, എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തേക്കുക, എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന്. അതേപോലെ ഞാനും മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ എനിക്കുള്ളത് ചെയ്യുക, ബാക്കിയെല്ലാം മാതാവിൻ്റെ കയ്യിലാണ്, 0 മെറിറ്റിലാണ് ഞാൻ നിൽക്കുന്നത്, മാതാവ് വഴിയേ ഞാൻ പാസ്സാകുകയുള്ളൂ, എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ പാസ്സാകുന്ന. അപ്പോൾ അൽഫോൻസ എന്ന് പറഞ്ഞൊരു ചേച്ചി ഇതേപോലെ ഫൈനൽ ഇയർ എക്സാമിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ചേച്ചി പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നുപോയി. ലാസ്റ്റ് ചേച്ചിക്ക് 1st ക്ലാസ്സോടുകൂടി പാസ്സാകാൻ പറ്റി. ആ സാക്ഷ്യം എന്നെ വല്ലാതെ പ്രചോദിപ്പിക്കാൻ തുടങ്ങി. ഞാൻ മാതാവിനടുത്തുള്ള പ്രാർത്ഥന മുടക്കിയില്ല. അങ്ങനെ എൻ്റെ എക്സാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി പുതുക്കാൻ ജനുവരി 3 2026 ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ഞാൻ മാതാവിൻ്റെ നിയോഗം വെച്ചത് ആദ്യത്തെ തന്നെ പാസ്സാക്കണം എന്നായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് 13ാമത്തെ ബൂത്തിൻ്റെ മുന്നിൽ വന്നത് ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവ് ഈ രൂപങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് എടുക്കാൻ കിട്ടിയ ഇതൊരു അടയാളമായി ഞാൻ പാസ്സാകുമെന്ന് കണക്കാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് നല്ല തിരക്കായതുകൊണ്ട് മാതാവിന് എനിക്കൊന്ന് തൊടാൻ പോലും പറ്റിയില്ല. ലാസ്റ്റാണ് ഞാൻ തൊടുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അന്ന് ഒരുപാട് അസുഖങ്ങളും കൊണ്ട് വന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ പറഞ്ഞു, അല്ലേ മാതാവ് വേണ്ട, എന്നേക്കാളും വലിയ ആവശ്യം കൊണ്ട് വന്നവരുണ്ട്, എൻ്റെയൊക്കെ ഒരു ചെറിയ ആവശ്യമായിട്ട് എനിക്ക് അന്നേരം തോന്നിയേ. അന്ന് ആ ചേച്ചി, ഞാൻ മാറി നിൽക്കുമായിരുന്നു, ആ ചേച്ചി എന്നെ അവിടെ നിന്നവരടുത്ത് ചോദിച്ചു, ഈ കൂടെ പരീക്ഷ എഴുതുന്നവരോ പഠിക്കുന്നവരോ അങ്ങനെ മക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ കൈ പൊക്കി, എൻ്റെ കയ്യിലേക്ക് ഒരു ടോക്കൺ തന്നു. ഞാനത് തിരിച്ചു നോക്കിയപ്പോൾ മാതാവായിരുന്നു.
അന്നേരം എനിക്ക് എന്ത് സന്തോഷമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ കരഞ്ഞുകൊണ്ട് വന്ന ഒരാളാണ്. മാതാവിനെയും പിടിച്ചുകൊണ്ട് ഈ പ്രദക്ഷിണം വരെ ഞാൻ വന്നു. എന്നിട്ട് അന്ന് എനിക്ക് അച്ഛനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇപ്പം അച്ഛനെ കണ്ട് അച്ഛൻ കൈവപ്പ ശുശ്രൂഷ വഴി ലാസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉറപ്പിച്ചു, ഞാൻ എന്തായാലും പാസ്സാവും. എന്നാലും ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഇടയ്ക്ക് നിരാശ എന്നെ പിടികൂടുന്ന സമയത്ത് ഇങ്ങനെ തോന്നിപ്പോവും, ഞാൻ പാസ്സാവും തോന്നിപ്പോയിരുന്നു. അന്നേരം ഞാൻ പിന്നെയും പ്രാർത്ഥിക്കും, മാതാവ് എന്നെ തോൽപ്പിച്ച് കളയല്ലേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് ഉടമ്പടിയുടെ പ്രിൻസിപ്പിൾ. അതേപോലെ എൻ്റെ കഴിവിലല്ല, ദൈവത്തിൻ്റെ കൃപയാൽ എന്നെ പാസ്സാക്കണേന്ന്. ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നുപോയി. എക്സാം ഹാളിൽ കയറാൻ നേരത്ത് ഞാൻ കരഞ്ഞുകൊണ്ടാണ് കയറുന്നത്. ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ചെന്ന് എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴും എന്തൊക്കെയോ ഞാൻ എഴുതി, പഠിച്ചതും പഠിക്കാത്തതൊക്കെ വന്നു. അതൊക്കെ എഴുതി, ഒന്നും എനിക്ക് അറിയത്തില്ല ഞാൻ എന്താ എഴുതിയേക്കുന്നതെന്ന്. വിശുദ്ധ തൈലവും ഉപ്പും ഞങ്ങൾ റൂമിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം ഞങ്ങളുടെ ഷാളിൻ്റെ ഇടയിൽ കുറച്ച് ഉപ്പും നെറ്റിയിൽ തൈലവും പൂശി ഇറങ്ങാറ്. എന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ, എക്സാം ഹാളിൻ്റെ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, അവിടെ ഉപ്പിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ അന്ന് ഞാൻ കണ്ടൊരു മാറ്റം, ഫസ്റ്റ് ഇയർ തൊട്ടേ കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേൾക്കുന്ന. അപ്പോൾ ഫസ്റ്റ് ഇയർ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കൂടെ നിന്ന് കുട്ടികളിൽ കളിയാക്കുന്നവരെയൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ, ഇതൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അന്ന് കുറച്ച് ഉപ്പേ ഞാൻ ആ ഗേറ്റിൻ്റെ അവിടെ കണ്ടുള്ളൂ. പക്ഷേ ഫൈനൽ ഇയറിൻ്റെ എക്സാമിന് ഞാൻ ഉപ്പിടാൻ പോയപ്പോൾ എനിക്ക് മുന്നേ ആളുകൾ ഒരുപാട് പേര്, ഒരു 60 പേരിൽ 40ഓളം ആൾക്കാർ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞ് വിശ്വാസമുള്ളവർ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് അകത്തേക്ക് കയറിയത്. ഞാനും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അകത്തേക്ക് കയറി. എൻ്റെ ഹോൾ ടിക്കറ്റിലായിക്കോട്ടെ ബുക്ക്ലെറ്റിലായിക്കോട്ടെ ഞാൻ എൻ്റെ കഴുത്തിലൊക്കെ ഉപ്പുണ്ടായിരുന്നു. ഞാനത് രണ്ട് തരിയൊക്കെ ഉള്ളൂ, ഞാൻ അത്രയും അത് ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എൻ്റെ കയ്യിൽ ഒരു മെറിറ്റുമില്ല, ഞാൻ 0 ആയിട്ടാണ് നിൽക്കുന്നത്, അമ്മ വേണം എന്നെ പാസ്സാക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങി. വേറെ വഴിയൊന്നുമില്ലായിരുന്നു എൻ്റെ കയ്യിൽ. പ്രാർത്ഥന ഞാൻ മുടക്കിയില്ല. ആ സമയത്ത് സാക്ഷ്യം കേട്ടോണ്ടിരുന്നു. അന്നും കേൾക്കുന്ന സാക്ഷ്യം ഞാൻ പാസ്സാക്കുന്നതായിരുന്നു. അങ്ങനെ മാർച്ച് 4-ാം തീയതി വൈകുന്നേരം എൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അതിൽ ഞാൻ ജസ്റ്റ് പാസ്സാകണമെന്ന് പ്രാർത്ഥിച്ചെടുത്ത് എന്നെ ഫസ്റ്റ് ക്ലാസ്സോട് കൂടി അമ്മ മാതാവ് എന്നെ പാസ്സാക്കി. അതിന് കോടാനുകൂടി നന്ദി. ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന, ആദ്യം ഞാൻ ഇവിടുന്ന് കൃപാസന പത്രം എൻ്റെ ഹോസ്റ്റലിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് അതിനെ വഴി ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അത് കഴിഞ്ഞ് ആ സമയത്ത് അക്രൈസ്തവ പിള്ളേരൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പം അവരെക്കുറിച്ച് കൃപാസനത്തെക്കുറിച്ചും ജപമാലയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവർ ജപമാല ചൊല്ലാൻ തുടങ്ങി, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് തിരിച്ചു ചെന്നപ്പോൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എൻ്റെ മനസ്സിൽ പറയും വീട് വഴി കയറി കൊടുക്കണമെന്ന്. അങ്ങനെ ഞാൻ വീട് വഴി കയറി കൃപാസന പത്രം കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം ആ ചേച്ചിമാരൊക്കെ എനിക്ക് ധൈര്യം തന്നുകൊണ്ടിരുന്നു. ഈ വഴി ആരും വരാറില്ല, മോൾ ആദ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു പത്രം. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ ആ പത്രം വിശ്വാസ പ്രമാണം ചൊല്ലിയേ കൊടുത്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു, ഇതിൽ ഒരാളെങ്കിലും ഉടമ്പടി എടുക്കാൻ ഞാൻ വഴി കാരണമാകണേന്ന്. അങ്ങനെ ഞാൻ ഒരു 2 ആഴ്ച കഴിഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന നേരത്ത് അന്ന് പത്രം കൊടുത്ത ഒരു ചേച്ചി എന്നെ കാത്ത പള്ളിയിൽ നിൽപ്പുണ്ട്. ആ ചേച്ചി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, മോൾ എങ്ങനെ കൃപാസനത്തിൽ പോയി, അവിടെ എങ്ങനെ ഉടമ്പടി എടുക്കണ്ടേന്ന് പറഞ്ഞ് ഞാൻ കാരണം അങ്ങനെ 4 പേര് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ കാരണമായി. കാരുണ്യപ്രവൃത്തിയായി ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് എന്നെക്കൊണ്ടാകുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പ്രൊജക്റ്റ് വർക്ക് പോലെയൊക്കെ വരുമ്പം അത് പറ്റാത്തവർക്ക് ചെയ്തു കൊടുക്കാനും, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എൻ്റെ അടുത്ത് വന്ന് ഡൗട്ട് ചോദിക്കുമ്പോൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാനും സന്തോഷത്തോടെ ഞാൻ നിന്നു കൊടുത്തു. എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ ആ പരിസരത്ത് ഒരു ചേച്ചി അങ്ങനെ നല്ല വസ്ത്രമൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ വഴി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾക്ക് ചെറുതായി പോയ വസ്ത്രങ്ങളും അത്യാവശ്യം നല്ല വസ്ത്രങ്ങൾ ഉപയോഗിക്കാത്തതൊക്കെയുണ്ട്. അങ്ങനെ ആ നല്ല വസ്ത്രങ്ങളെല്ലാം ആ ചേച്ചിക്ക് കൊടുത്ത് അന്നേരം ആ ചേച്ചിയുടെ മുഖത്തുണ്ടായ സന്തോഷം പൈസേനേക്കാൾ വലുതാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം പൈസ ആയിരുന്നില്ല ആ ചേച്ചിക്ക് വേണ്ട, നല്ല വസ്ത്രമായിരുന്നു. ആത്മീയപരമായിട്ട് എനിക്ക് കിട്ടിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഉടമ്പടിയിൽ പറയുന്നത് നമ്മുടെ വ്യക്തിയെ തന്നെയായിട്ട് ഉടമ്പടി സ്വീകരിക്കുക. നമ്മുടെ ഭൗതിക കാര്യങ്ങളോ നമ്മുടെ ആവശ്യങ്ങളല്ല, നമ്മളെ വ്യക്തിയെ തന്നെയായിട്ട് ഉടമ്പടി സ്വീകരിക്കുവാണ്. ആദ്യമൊക്കെ വെറുതെ കൂടിക്കൊണ്ടിരുന്ന വിശുദ്ധ കുർബാന പിന്നെ മര്യാദയ്ക്ക് കൂടണം എന്നുള്ളൊരാഗ്രഹമായി. ആദ്യം അത് മാതാവിൽ നോക്കിക്കൂടി, പിന്നെ അത് വൈദികനെ നോക്കിക്കൂടി, ലാസ്റ്റ് അത് സക്രാരിയിൽ ഈശോനെ നോക്കിക്കൂടി.
സർവാധിപൻ്റെ സമയത്ത് അൾത്താര തുറക്കുമ്പോൾ സ്വർഗം തുറക്കുന്ന ഒരു ഫീലോടുകൂടി വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കാനും ജപമാല കൂടാനും എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനും എനിക്ക് സാധിച്ചു. എന്നെ ആത്മീയപരമായിട്ട് ഇത്രയും മാറ്റങ്ങളിലേക്ക് നയിച്ചതിനും എന്നെ 4th ഇയർ ഫുൾ പാസ് ആക്കിയതിനും എൻ്റെ ഫീസ് അടയ്ക്കാൻ സഹായിച്ചതിനും മാതാവ് വഴി എന്നെ ഇത്ര ഒരുക്കിയതിനും 1000 നന്ദി. അതോടൊപ്പം കഴിഞ്ഞ ദിവസം പരിശുദ്ധ അമ്മ എൻ്റെ മെഴുകുതിരിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ എന്നോടൊപ്പം ഉണ്ടെന്നുള്ള പൂർണ്ണ ശക്തി എനിക്ക് കിട്ടി. ഇത്രത്തോളം നന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ ഈ സാക്ഷി ഞാനിവിടെ സമർപ്പിക്കുന്നു. 126 സങ്കീർത്തനം 2-ാം തിരുവചനം. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കർത്താവ് അവരുടെ ഇടയിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. അഞ്ജന മേരിയുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ മകൾ ഇവിടെ അൾത്താരയിൽ പങ്കുവച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ കൃത്യസമയത്ത് ഇടപെട്ടുകൊണ്ട് തൻ്റെ ജീവിതഭാരം ലഘൂകരിക്കുകയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിൽ ഈ മകളെ വളരെയധികം എടുത്തുയർത്തുകയും ചെയ്ത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നൽകി അനുഗ്രഹിച്ച ഒരു വളരെ ആത്മീയത നിറഞ്ഞ ഒരു സാക്ഷ്യമായിട്ട് നമുക്കിതിനെ വിലയിരുത്താം. മകൾ പറയുകയായിരുന്നു, എന്നേക്കാൾ കൂടുതൽ ആവശ്യമുള്ള എൻ്റെ കൂട്ടുകാരിക്ക് ഞാനൊരു 10 രൂപ നേർച്ചയിടാനായി കൊടുത്തപ്പോഴാണ് 10,000 രൂപയുടെ ഫീസ് അടയ്ക്കാനുണ്ടായ എൻ്റെ ആ വലിയൊരു സംഘർഷത്തിന് പരിശുദ്ധ അമ്മ പ്രതിഫലം നൽകിയതെന്ന്. ഇങ്ങനെ ഉടമ്പടി എടുത്തത് മുതൽ ഈ മകൾക്ക് എപ്പോഴും പരിശുദ്ധ അമ്മ കൂടെ നിൽക്കുന്ന വലിയ അത്ഭുതപ്പെടുത്തുന്ന വിസ്മയിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഈ മകൾക്ക് ഉടമ്പടി ജീവിതത്തിൽ മൊത്തം ഉണ്ടായിട്ടുള്ളതെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിലൂടെയും നീതുവിൻ്റെയും അൽഫോൻസയുടെയും ഒക്കെ വിജയത്തിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോഴാണ് ഞാൻ വിളിക്കുന്ന ഈശോ എനിക്ക് ഉത്തരം നൽകും, പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുമെന്ന ഒരു വലിയ ധൈര്യം ഈ മകൾക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ ഉണ്ടായത്. തൻ്റെ എല്ലാ അയോഗ്യതകളെയും പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അടിയറ വയ്ക്കുവാനുള്ള ഒരു വലിയ ജീവിത അനുഭവം, ആധ്യാത്മികത ഈ മകൾക്ക് ലഭിച്ചത് ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. അങ്ങനെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ ഈശോയിലേക്ക് കൊണ്ടുവരുവാനും തൻ്റെ തന്നെ അത്ഭുതങ്ങളും തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം മറ്റുള്ളവരെ പറഞ്ഞറിയിച്ചുകൊണ്ട് ഉടമ്പടി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുവാനും ജപമാല ചൊല്ലേണ്ടത് എങ്ങനെയാണെന്നെല്ലാം ആത്മീയതയോടെ വളരെ വിശുദ്ധിയോടെ അവരെ പഠിപ്പിക്കുവാനുള്ള വലിയ വലിയ കൃപകളും അഭിഷേകങ്ങളും അഞ്ജന മേരിക്ക് ഇന്ന് ലഭിച്ചതായി സാക്ഷ്യപ്പെടുത്തുകയാണ്. ആരും കയറി ചെല്ലാത്ത വീടുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് എന്താണ് ഉടമ്പടി എന്നും ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ഈശോയെ ലഭിക്കുമെന്നെല്ലാം അഞ്ജനയ്ക്ക് വളരെ വ്യക്തമായും ശക്തമായും പറയുവാനുള്ള ഉൾപ്രേരണകളും ധൈര്യവും ആത്മീയ അധികാരവും എല്ലാം ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി എപ്പോഴും എനിക്ക് ഉടമ്പടി എന്താണെന്ന് മറ്റുള്ളവരെ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. കാരണം 4 പേർ മാത്രമാണ് ആദ്യം ഫസ്റ്റ് ഇയറിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് അവർ ശക്തി പ്രാപിച്ച് പരീക്ഷ എഴുതിയത്. പക്ഷേ മകളുടെ 4ാമത്തെ ഇയർ പരീക്ഷ എഴുതുമ്പോൾ ഒരുപാട് പേർ ഉപ്പ് വിതറിക്കൊണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരായി കാണാനുള്ള ഒരു സൗഭാഗ്യം ഈ മകൾക്ക് ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കുകയും ഈശോയെ വിശുദ്ധ ദിവ്യബലിയിലൂടെ സ്വീകരിക്കാനുള്ള വലിയ കൃപ ലഭിക്കുന്നതും ഈ ജീവിതക്രമത്തിലേക്ക് വന്നപ്പോഴാണെന്ന് അഞ്ജന ഏറ്റുപറയുകയാണ്. തുടക്കത്തിലൊക്കെ ഒരു കുർബാന കാണുകലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വൈദികനോടൊപ്പം കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. ഇന്നിപ്പോൾ സ്വർഗം തുറക്കുന്ന ഒരു അനുഭവം അഞ്ജനയ്ക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈശോയും അഞ്ജനയും കൂടിയാണ് ഇന്ന് ദിവ്യബലി അർപ്പിക്കുന്നത്. അതൊരു വലിയ സ്വർഗീയ അനുഭവമാണ്. അതിലേക്കാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ക്ഷണിക്കുന്നത്. നിത്യത പ്രാപിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ് ഈ ഉടമ്പടിയിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം. അവിടെയാണ് ഈശോ പറയുന്നത്, ഒരു വലിയ നിധി കണ്ടെത്തിയാൽ തനിക്കുള്ളതെല്ലാം വിറ്റ് അത് നേടിയെടുക്കുന്ന ഒരു കർഷകനെ പോലെ, ഒരു വ്യക്തിയെ പോലെ നാം മാറുന്നതാണ് ഉടമ്പടി ജീവിതമെന്ന് അഞ്ജന ജീവിതത്തിലൂടെ പഠിച്ചെടുത്തു കഴിഞ്ഞു. നമ്മുടെ ഓരോരുത്തരുടെയും എത്ര പ്രതിസന്ധികളുള്ള കാര്യങ്ങളായാലും 10 രൂപയുടെയോ 10 ലക്ഷത്തിൻ്റെയോ 10 കോടിയുടെയോ ആയ കാര്യങ്ങളായാലും പരിശുദ്ധ അമ്മയ്ക്ക് സമയച്ചുരുക്കം മതിയെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അഞ്ജന മേരിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അഭിഷേകത്തിനും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.